കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തം തുടർക്കഥയാകുമ്പോഴും ബീച്ച് ഫയർ സ്റ്റേഷന് അവഗണന മാത്രം. സ്വന്തമായ കെട്ടിടമില്ലാത്തതിനാൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് 6 മാസം പിന്നിടുന്നു. കെട്ടിടം കണ്ടെത്താൻ കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആരോപണം. കോഴിക്കോട് നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ ഏറ്റവും ആദ്യം എത്തിപ്പെടാൻ സാധിക്കുക ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നാണ്. എന്നാൽ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ തുടർന്ന് 6 മാസം മുമ്പ് ഫയർ സ്റ്റേഷൻ പ്രവർത്തനം നിർത്തിയിരുന്നു. ഒരു ഫയർ എഞ്ചിൻ മാത്രമാണ് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിലവിലുള്ളത്. ഇതോടെ നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ അടിയന്തര ഇടപെടലിന് സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. വെള്ളിയാഴ്ച കോൺട്രാസ്റ്റ് നെയ്ത്ത് ഫാക്ടറിയിലെ കെട്ടിടത്തിന് തീപിടിച്ചപ്പോഴും ബീച്ച് ഫയർ സ്റ്റേഷന്റെ അപര്യാപ്തത വ്യക്തമായിരുന്നു. പടർന്നു കയറിയ തീ നിയന്ത്രിക്കാൻ ബീച്ചിൽ നിന്നെത്തിയ ഒരു യൂണിറ്റിന് സാധിച്ചില്ല. മറ്റു ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ കൂടിയെത്തി തീയണച്ചപ്പോഴേക്കും കെട്ടിടത്തിന്റെ മേൽക്കൂര വരെ കത്തിയമർന്നിരുന്നു. ബീച്ച് ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കാത്തത് നിക്ഷിപ്ത താൽപര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ആരോപണം. വെള്ളിമാടുവിൽ നിന്നും മീൻചന്തയിൽ നിന്നും ഫയർ യൂണിറ്റ് എത്തുമ്പോഴേക്കും അഗ്നിക്കിരയാകുന്ന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കോഴിക്കോട് സിറ്റിയിലെ ഫയർ സ്റ്റേഷൻ പ്രവർത്തനം നിലച്ചിട്ടും പുതിയൊരു കെട്ടിടം ഫയർ സ്റ്റേഷൻ അനുകൂലമായി പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായി കൊണ്ടുവരുവാൻ കോഴിക്കോട് കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ഞായറാഴ്ച പുതിയ സ്റ്റാൻഡിന് സമീപത്ത് ടയറുകൾ സൂക്ഷിച്ച ഷെഡിന് തീപിടിച്ചപ്പോഴും ബീച്ച് സ്റ്റേഷനിലെ ഒരൊറ്റ യൂണിറ്റിന് കാര്യമായി ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. തീ കത്തി തുടങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് വെള്ളിമാടുകുന്ന് മീൻചന്ത സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. മറ്റു ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് യൂണിറ്റുകൾ നഗരത്തിൽ എത്തുമ്പോഴേക്കും തീയുണ്ടായ സ്ഥലം പൂർണ്ണമായും കത്തിപ്പോകുന്ന അവസ്ഥയാണ് നിലവിലെ നിസ്സാരം. ജനം, കോഴിക്കോട്.